വഖഫ് നിയമത്തിൽ കാതലായ മാറ്റങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വഖഫ് നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും. ബില്ലിന്റെ പകർപ്പ് എംപിമാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ 1995 നിയമത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. നിരന്തര ആവശ്യങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ നടപടിയെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അവകാശവാദം. നിയമത്തെ ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം 1995 എന്ന് പുനർനാമകരണം ചെയ്യാനും വഖഫ് ബോർഡുകളിൽ മുസ്ലിം സ്ത്രീകളുടെയും അമുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിലുള്ള സുന്നി ഷിയ വഖഫ് ബോർഡുകൾക്ക് പുറമെ ബൊഹ്റ അഖഖാനി എന്നീ വഖഫുകൾ കൂടി ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറുന്നതിനോ സമർപ്പിക്കുന്നതിനോ കഴിവുള്ളവരല്ലെങ്കിൽ ഒരു വ്യക്തിയും വഖഫ് സൃഷ്ടിക്കരുതെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ വഖഫ് ആയി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ബില്ല്. വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന സമിതികളിൽ മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നും ബില്ലിലുണ്ട്. ഒരു വസ്തു വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുള്ള നിലവിലെ നിയമത്തിലെ സെക്ഷൻ 40 ഒഴിവാക്കും. കേന്ദ്ര വഖഫ് കൗൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും വിശാല ഘടനയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ബില്ലിലെ അവകാശവാദം. കേന്ദ്ര പോർട്ടലിലൂടെയും ഡാറ്റാബേസിലൂടെയും വഖഫുകളുടെ രജിസ്ട്രേഷൻ രീതി കാര്യക്ഷമമാക്കണം. ഏതെങ്കിലും വസ്തുവിനെ വഖഫ് സ്വത്തായി രേഖപ്പെടുത്തുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാവരോടും കൃത്യമായ അറിയിപ്പ് നൽകിക്കൊണ്ട് റവന്യൂ നിയമങ്ങൾ അനുസരിച്ച് മാറ്റം വരുത്തുന്നതിന് വിശദമായ നടപടിക്രമം നിർദ്ദേശിക്കുന്നുണ്ട്. നിയമം ആരംഭിക്കുന്നതിന് മുൻപോ ശേഷമോ വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നതാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തു സർക്കാർ വസ്തുവാണോ എന്ന കാര്യത്തിൽ ഏതെങ്കിലും ചോദ്യം ഉയർന്നാൽ വിഷയം അധികാര പരിധിയിലുള്ള കളക്ടറുടെ പരിഗണനയ്ക്ക് വിടും. കളക്ടർ അന്വേഷണം നടത്തി അത്തരം വസ്തു സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണയിക്കും. ജില്ലാ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് നൽകുന്നതുവരെ വഖഫ് സ്വത്ത് പ്രഖ്യാപനത്തിൽ കളക്ടർക്ക് നിർണായക പങ്കുണ്ടെന്ന് കരട് ബില്ലിൽ പറയുന്നുണ്ട്. കൂടാതെ ട്രിബ്യൂണലിന്റെ വ്യാപകമായ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമാണെന്ന് പ്രസ്താവിക്കുന്ന വ്യവസ്ഥ ഒഴിവാക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡുകൾക്കുമേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വാതന്ത്ര്യവും സ്വയംഭരണവും നഷ്ടമാകും. രാജ്യത്താകെയുള്ള 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കൾ 9.4 ലക്ഷം ഏക്കർ വരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. 1954 വഖഫ് നിയമത്തിൽ 1996 2013 പാർലമെന്റിൽ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു.